ദ ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ച് രൂപം കൊണ്ട RSSന് 100 വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ ദ ക്രിട്ടിക് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ TS ശ്യാംകുമാറാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് 100 അതിനേക്കാൾ എത്രയോ വർഷം പഴക്കമുണ്ടെന്നും ഹിന്ദുത്വം എന്നാൽ ബ്രാഹ്മണ്യമാണെന്നും അതിൻ്റെ പ്രചാരകർ RSS മാത്രമല്ലെന്നും ശ്യാം പറയുന്നു. ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കപ്പെട്ടതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് എത്തി നിൽക്കുന്നത്. ആരാണ് ഈ വാർഷികം ആഘോഷിക്കുന്നത്? എന്താണ് അത്തരം ആഘോഷത്തിൻ്റെ പ്രസക്തി? ഒരു മതേതര ദേശരാഷ്ട്രമായി സങ്കല്പിക്കപ്പെട്ട ഇന്ത്യയുടെ ദേശരാഷ്ട്ര ഭാവനകളിൽ RSS എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പങ്കെന്താണ്? വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഈ സൈദ്ധാന്തിക രാഷ്ട്രീയത എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്, പിടിച്ചു മുറുക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട വിഷയങ്ങൾ. RSS എന്ന് പറയുന്ന അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്നത് ബ്രാഹ്മണ്യ രാഷ്ട്രീയം തന്നെയാണ്. ബ്രാഹ്മണ്യമാണ് RSSൻ്റെ രാഷ്ട്രീയ അടിത്തറ എന്നുള്ളത്. എന്താണ് ബ്രാഹ്മണ്യമെന്ന് ഡോക്ടർ BR അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം എന്ന് ഡോക്ടർ BR അംബേദ്കർ സുചിന്തിതമായി നിരീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആശയപരമായ ഒരു പരിച്ഛേദം നമ്മൾ പരിശോധിച്ചാൽ അത് പ്രത്യേകിച്ച് രാമനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം എന്തുകൊണ്ടാണ് RSS മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് നമ്മൾ അഴിച്ചു പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ത്യയിൽ ഒരുപാട് ദൈവങ്ങളുള്ളപ്പോഴും എന്തുകൊണ്ടാണ് രാമനെ RSS ഉയർത്തിപ്പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് രാഷ്ട്രത്തിൻ്റെ പരമാധികാര ദൈവമായി രാമനെ RSS സ്ഥാപിക്കുന്നത്? ഇത് കേവലം ഒരു ദൈവാരാധനയുടെ ചരിത്രമല്ല, കേവലം ഒരു ദൈവത്തെ രാഷ്ട്രത്തിൽ സ്ഥാപിക്കുന്നതിൻ്റെ മാത്രം ചരിത്രമല്ല, മറിച്ച് RSS രാമനിലൂടെ ഒരു രാഷ്ട്രീയ അടയാളത്തെ രൂപീകരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് 100ാം വാർഷികത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ RSS എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയ്ക്കാണ് അയോധ്യയിൽ രാമക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം രാമൻ മറ്റുള്ള ദേവതാ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രാമന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് രാമൻ ജീവിതകാലം മുഴുവൻ നിലകൊണ്ടത് ബ്രാഹ്മണ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ താടകയെ വധിക്കുന്ന രംഗം വാൽമീകി രാമായണത്തിൽ പറയും. അതിൽ പറയുന്നത് ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിതുഷ്ട പരാക്രമ, പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതം നടപ്പിലാക്കുന്നതിന് വേണ്ടി താൻ താടകയെ കൊല്ലാൻ പോകുന്നു എന്നാണ് രാമൻ പറഞ്ഞു വെക്കുന്നത്. തന്നെയല്ല, വിശ്വാമിത്രൻ്റെ കൂടെ എന്തിനാണ് രാമൻ പോകുന്നത്? യാഗരക്ഷയ്ക്കായിട്ടാണെന്നാണ് നമ്മൾ കേട്ട് പഴകി തെളിഞ്ഞ കഥ. യഥാർത്ഥത്തിൽ യാഗരക്ഷ എന്നതിൻ്റെ പേരിൽ വിശ്വാമിത്രൻ നടത്തുന്നത് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ കീഴടക്കുന്ന ആര്യബ്രാഹ്മണ ജനവിഭാഗത്തിൻ്റെ ഭൂവ്യാപനത്തിൻ്റെ കഥയാണ് ഈ വിശ്വാമിത്രൻ്റെ യാഗരക്ഷ കഥ എന്ന് പറയുന്നത്. ആ യാഗരക്ഷയ്ക്കായിട്ട് രാമൻ നടക്കുന്ന ഒരു കഥയാണ് ഈ രാമായണം എന്ന് പറയുന്നത്. രാവണനെ കൊല്ലുന്ന രംഗം രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. രാവണനെ കൊല്ലുന്ന സമയത്ത് ബ്രാഹ്മണരെല്ലാം തന്നെ പ്രാർത്ഥിക്കുകയാണ് രാമനോട്, ഈ രാവണൻ വധിക്കപ്പെട്ടത് നന്നായി, ബ്രാഹ്മണരുടെ ഇച്ഛ നടപ്പിലായി എന്നാണ് വാൽമീകി രാമായണം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ ബാലിയെ വധിക്കുന്ന രംഗമുണ്ട് വാൽമീകി രാമായണത്തിൽ. അവിടെ പറയുന്നത് മനുവിൻ്റെ ശാസനം അനുസരിച്ചാണ് താൻ ബാലിയെ വധിച്ചത് എന്നാണ് രാമൻ പറഞ്ഞു വെക്കുന്നത്. ശംഭൂകനെ വധിച്ചത് എന്തിനാണ്? ശംഭൂകനെ വധിച്ചതും ബ്രാഹ്മണ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് വധിച്ചത്. കാരണം ഒരു ബ്രാഹ്മണകുമാരൻ വധിക്കപ്പെട്ടു, ബ്രാഹ്മണകുമാരൻ മരണപ്പെട്ടു. അങ്ങനെ ബ്രാഹ്മണകുമാരൻ മരണപ്പെട്ടപ്പോൾ ഈ ബ്രാഹ്മണകുമാരൻ്റെ അച്ഛൻ ഈ ബ്രാഹ്മണകുമാരൻ്റെ ശവശരീരവുമായി അയോധ്യ രാജധാനിയിൽ വന്ന് വിലപിക്കുകയാണ്, എൻ്റെ മകൻ മരിച്ചുപോയി, ഈ രാമൻ്റെ ഭരണം ശരിയല്ല, അതുകൊണ്ടാണ് എൻ്റെ മകൻ മരിച്ചത് എന്ന് വിലപിക്കുകയാണ് ഈ വൃദ്ധ ബ്രാഹ്മണൻ. രാമൻ ഉടൻ തന്നെ വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി അവരോട് ആരാഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണകുമാരൻ മരിച്ചത്? അപ്പോൾ വസിഷ്ഠാദി ബ്രാഹ്മണർ പറഞ്ഞു, ഈ രാജ്യത്ത് ത്രൈവർണിക വൃത്തിക്ക് വിരോധമായി, ത്രൈവർണിക ധർമ്മത്തിന് വിരോധമായി
രാമൻ്റെ രാജ്യത്ത് ഒരു ശൂദ്രൻ തപസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ശൂദ്രൻ തപസ് ചെയ്തതുകൊണ്ടാണ് ഈ ബ്രാഹ്മണകുമാരൻ മരണപ്പെടാനിടയായത് എന്ന് വസിഷ്ഠാദി ബ്രാഹ്മണർ രാമനെ ധരിപ്പിക്കുക. അങ്ങനെ രാമൻ ഈ ശംഭുകനെ തേടി ഹിമവൽ പാർശ്വത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഹിമവൽ സാനുക്കളുടെ വൃക്ഷശിഖരത്തിന് കീഴിൽ ഒരു ശൂദ്രൻ തപസ് ചെയ്യുകയാണ്. രാമൻ ചെന്ന് ചോദിച്ചു, താങ്കളുടെ ജാതി ഏതാണ്? സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണുമ്പോൾ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താണെന്നാണ്. നാരായണ ഗുരുസ്വാമികൾ കേരളത്തെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. പേരൂരു തൊഴിൽ ഈ മൂന്നും ഒരു ആയത് കേൾക്കണം, ആരു നീ എന്ന് കേൾക്കണ്ട, നേര് മെയ് തന്നെ ചൊൽകയാൽ. പേര്, ഊര്, തൊഴിൽ ഇത് മൂന്നും അറിഞ്ഞാൽ മതി. ആരു നീ എന്ന് കേൾക്കണ്ട, ആരാ നീ എന്ന് അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നേര് മെയ് തന്നെ ചൊൽകയാൽ. എന്താണ് നേര്? നേര് മെയ് തന്നെ ചൊൽകയാൽ, ശരീരം തന്നെ നമ്മൾ ആരാണ് എന്ന് വിളിച്ചു പറയുന്നു. നമ്മൾ മനുഷ്യരാണ് എന്ന് ശരീരം വിളിച്ചു പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ജാതി എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, മനുഷ്യജാതിയാണെന്നുള്ള പ്രഖ്യാപനമാണ് ശരീരം. പക്ഷെ ഇവിടെ രാമൻ എന്താണ് ചെയ്യുന്നത്? രാമൻ ചെന്ന് ശംഭുകനോട് ചോദിക്കുകയാണ്, താങ്കളുടെ ജാതി ഏതാണ്? അപ്പോൾ ശൂദ്രനായ ശംഭുകൻ പറയുന്നു, ഞാൻ എൻ്റെ പേര് ശംഭുകൻ, ഞാൻ ശൂദ്രജാതിയിലാണ് പിറന്നത്. അപ്പോൾ ശൂദ്രനാണെന്ന് പറഞ്ഞ മാത്രയിൽ രാമൻ ശംഭൂകൻ്റെ ശിരസ് വെട്ടിപ്പിളർക്കുകയാണ്. അങ്ങനെ ശംഭൂകൻ മരിച്ചു വീഴുമ്പോൾ ബ്രാഹ്മണകുമാരന് ജീവൻ തിരിച്ചു കിട്ടുകയാണ്. ഇത് വർത്തമാനകാല കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കിങ്ങനെ കാണാം. പ്രത്യേകിച്ച് ആധുനിക കാലത്തെ കേരളം ഉണ്ടായതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ രംഗം വേറൊരു രീതിയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് കാണാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പഞ്ചമിയുമായി അയ്യങ്കാളി സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവർണരുമായി അയ്യങ്കാളി സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഊന്നുപാറ പണിക്കർ ബോധം കെട്ട് വീഴുക. എന്തുകൊണ്ടാണ് ഊന്നുപാറ പണിക്കർ ബോധം കെട്ട് വീണത്? ഊന്നുപാറ പണിക്കർ ബോധം കെട്ട് വീണതുപോലെയാണ് ബ്രാഹ്മണകുമാരൻ ബോധം കെട്ട് വീണത്. അവർണ ജനവിഭാഗങ്ങൾക്ക് ജ്ഞാനമുണ്ടാകുമ്പോൾ സവർണർക്ക് അസ്വസ്ഥതയുണ്ടാവുകയാണ്. ഈ സവർണ അസ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രത്തെ ബാധിച്ച കൊടിയ ശൂലവേദന. അപ്പം ഇന്ത്യയുടെ തലവേദന എന്താണെന്ന് ചോദിച്ചാൽ സംശയരഹിതമായിട്ടും പറയാം, രാമൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന, രാമൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യ രാഷ്ട്രീയം തന്നെ. രാമൻ നിലകൊള്ളുന്നത് ബ്രാഹ്മണർക്ക് വേണ്ടിയും ബ്രാഹ്മണ്യത്തിന് വേണ്ടിയുമാണ്. ആ ബ്രാഹ്മണ്യ രാഷ്ട്രീയമാണ് RSSൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരിക്കലും RSS ചാതുർവർണ്ണയത്തെ നിരസിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഡൽഹി സർവകലാശാലയിൽ മനുസ്മൃതി പാഠപുസ്തകമായിട്ട് വരികയാണ്. ഒരിക്കലും നിരസിച്ചിട്ടില്ല. മനുസ്മൃതി തെറ്റാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സവർക്കർ പറഞ്ഞത് മനുസ്മൃതി ഇന്ത്യയുടെ പരിപാവനമായ പുസ്തകങ്ങളിൽ ഒന്നാണ് എന്നാണ്. അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്താത്തത് മഹാപാതകമായി പോയി എന്ന് VD സവർക്കർ വുമൺ ഇൻ മനുസ്മൃതി എന്ന് പറയുന്ന പ്രബന്ധത്തിൽ എഴുതുന്നുണ്ട്. രാഷ്ട്രത്തിൻ്റെ ശരീരമാണ് ജാതി എന്നും ആ ജാതി വ്യവസ്ഥ ഇല്ലാതായാൽ രാഷ്ട്രം തകരുമെന്നാണ് ഗോൾവാൾക്കറും സവർക്കറും ഒക്കെ തന്നെ എഴുതി പിടിപ്പിച്ചത്. വിരാട് പുരുഷനാണ് ഇന്ത്യയുടെ ദൈവമെന്നും രാഷ്ട്രദൈവം എന്ന് പറയുന്നത് വിരാട് പുരുഷനായ ഈ ബ്രഹ്മാണ്ഡ പുരുഷനാണ് എന്നും MS ഗോൾവാൾക്കർ ബെഞ്ച് ഓഫ് തോട്ട്സിൽ എഴുതുന്നുണ്ട്. ആരാണ് വിരാട് പുരുഷൻ? വിരാട് പുരുഷൻ എന്ന് പറയുന്ന സങ്കല്പം ആവിഷ്കരിക്കപ്പെടുന്ന ഋഗ്വേദത്തിലാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തതസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. അതായത് വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി എന്നും ശൂദ്രൻ കാൽപാദങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്നും വൈശ്യൻ തുടകളിൽ നിന്നും ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നുമാണെന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നത് പുരുഷ സൂക്തത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ശ്രേണീകൃത അസമത്വത്തിൻ്റെ വേര് കിടക്കുന്ന ഋഗ്വേദത്തിലാണ് എന്ന് സാരം. ഈ ആര്യബ്രാഹ്മണ്യ രാഷ്ട്രീയമാണ് RSS പിന്തുടർന്നു പോരുന്നത്. അതുകൊണ്ടാണ് പുരുഷ സൂക്തത്തെ ഒരിക്കലും അവർ നിരസിക്കാതിരുന്നത്. പുരുഷ സൂക്തവും വിരാട് പുരുഷനുമാണ് ഇന്ത്യയുടെ രാഷ്ട്ര ശരീരം. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ആത്മാവ് വിരാട് പുരുഷ സങ്കല്പമാണ് എന്ന് MS ഗോൾവാൾക്കർ എഴുതുന്നത് വെറുതെയല്ല. പിന്നീട് ഭാഗവത പുരാണത്തിൽ പറയുന്നത് വിരാട് പുരുഷ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമനും പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമനുമാണ് എന്നാണ് ഭാഗവത പുരാണം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. ഈ രാഷ്ട്രീയമാണ് കേരളത്തിലും വളരെ ഏറെക്കാലങ്ങളായി ഹിന്ദുത്വ ശക്തികൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു രാഷ്ട്രീയ അടയാള വാക്യമാണ് കർക്കടക മാസത്തെ രാമായണ മാസമാക്കി പരിവർത്തിപ്പിച്ചതിലൂടെ ഹിന്ദുത്വ ശക്തികൾ വാർത്തെടുത്തത്. കാരണം കർക്കടക മാസം എന്ന് പറയുന്നത് സാധാരണ നിലയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന
ഒരു സംഗതി. ആ കർക്കിടക മാസത്തെ ഹിന്ദുത്വ ശക്തികൾ എന്താക്കി മാറ്റി? രാമായണ മാസമാക്കി മാറ്റി. അങ്ങനെ ഒരു ചരിത്രം, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ അറിയാം, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ രാമായണത്തിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. 16-17 നൂറ്റാണ്ടുകളിൽ കണ്ണശപ്പണിക്കറും അതുപോലെ തന്നെ എഴുത്തച്ഛനും ഒക്കെ തന്നെ രാമായണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃതികൾ രചിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇന്ത്യയിലെ ബഹുജനങ്ങൾക്കിടയിൽ രാമനും രാമകഥാകേന്ദ്രിതമായ രാമായണ പാഠാഖ്യാനങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പുതിയ കാലത്ത് കർക്കിടക മാസത്തെ രാമായണ മാസമാക്കിക്കൊണ്ട് പുതിയൊരു പാത കേരളത്തിൽ നിർമ്മിച്ചെടുക്കുകയാണ് ഹിന്ദുത്വ ശക്തികൾ ചെയ്തത്. ഇത് RSSൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ സവിശേഷമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളത്തിൽ എങ്ങനെയാണ് ഹിന്ദുത്വം വളരെ ശക്തമായി വേര് വളർത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രഥമഗണനീയമായ ദൃഷ്ടാന്തമായി ഈ കർക്കിടക മാസത്തെ രാമായണ മാസമാക്കിയതിൻ്റെ ചരിത്രം നമ്മളെ വെളിപ്പെടുത്തും, നമ്മളെ ബോധ്യപ്പെടുത്തും, നമ്മളെ ആകുലപ്പെടുത്തും. കാരണം കേരളത്തിലെ 9ാം നൂറ്റാണ്ട് മുതലുള്ള വാഴപ്പള്ളി ശിലാശാസനം ഉൾപ്പെടെയുള്ള ചെപ്പേട് ഉൾപ്പെടെ ഇങ്ങോട്ട് തിരുവല്ല ഗ്രന്ഥവരി, തിരുപ്പുരിയൂർ ഗ്രന്ഥവരി, അതുപോലെ തന്നെ മറ്റ് ശിലാശാസനങ്ങളെല്ലാം പരിശോധിച്ചാൽ അറിയാം, ഒരൊറ്റ ഗ്രന്ഥവരിയിലും ക്ഷേത്രങ്ങളിൽ രാമായണം വായിച്ചതിനെ പറ്റി ഒരു രേഖയിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ മഹാഭാരതം വായിച്ചതിന് തെളിവുണ്ട്. വലിയ ബൃഹൽ ക്ഷേത്രങ്ങളിൽ മഹാഭാരത പട്ടത്താനം നടത്തിയതായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഒരിക്കലും രാമായണം വായിച്ചിട്ടില്ല. തന്നെയല്ല, ഇവർ ഇന്ന് രാമക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളിലെ വിഗ്രഹ ലക്ഷണം പരിശോധിക്കുമ്പോൾ അതൊന്നും രാമൻ്റെ വിഗ്രഹമേ അല്ല, ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ പ്രതിമയാണ്. അപ്പോൾ ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ പ്രതിമയിലേക്ക് രാമനെ ആരോപിക്കുക ചെയ്തത് അത് വളരെ അടുത്ത കാലത്ത് മാത്രം നടന്നതാണ്. കക്കാട് നാരായണൻ നമ്പൂതിരി രചിച്ച സപരിവാരം പൂജകളുടെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ചതുർബാഹുവായ വിഷ്ണുവിൽ രാമനെ ആരോപിക്കുന്നത് അന്യമന്ത്രയജനം എന്ന് പറയുന്ന ദോഷമാണെന്നാണ് കക്കാട് നാരായണൻ നമ്പൂതിരി എഴുതുന്നത്. ഇപ്പം നോക്കൂ, ഈ ഓണവുമായി ബന്ധപ്പെട്ട് വാമനമൂർത്തി ക്ഷേത്രം, തൃക്കാക്കര വാമന ക്ഷേത്രം, തൃക്കാക്കര വാമന ക്ഷേത്രത്തിലെ വിഗ്രഹം വാമനൻ്റെ അല്ല, ചതുർബാഹുവായ വിഷ്ണുവിൻ്റെയാണ്. അപ്പോൾ ചതുർബാഹുവായ വിഷ്ണുവിൽ എന്ത് ചെയ്യുകയാണ്? വാമനനെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഒരു നിർമ്മിത ചരിത്രമാണ് നമ്മൾക്ക് കേരളത്തിൽ ഹിന്ദുത്വത്തിന് വേരൂന്നാൻ വേണ്ടി നിർമ്മിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എഴുത്തച്ഛൻ്റെ രാമായണവും ഇതിഹാസ പുരാണ പാഠങ്ങളും ഒക്കെ തന്നെ അടിസ്ഥാനപരമായി RSSൻ്റെ സൈദ്ധാന്തികമായ അടിത്തറ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിനെ മതേതരമായിട്ട് വായിച്ചെടുക്കുക, അതൊക്കെ മതേതരമാണെന്ന് പറയുക എന്നൊക്കെ പുരോഗമന കക്ഷികൾ പോലും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഗതിയിലേക്ക് കേരളം പോലും എത്തിച്ചേർന്നിട്ടുണ്ട്. കൃഷ്ണൻ സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ദൈവമാണെന്ന് പറയുക, രാമൻ ജഗദാനന്ദ കാരകനാണെന്ന് പറയുക, ഹനുമാൻ വിധ്വംസാത്മക ദൈവമാണെന്ന് പറയുക. അപ്പോൾ ഈ രീതിയിൽ നോക്കൂ, ഹനുമാനെ പോലെയുള്ള സങ്കല്പങ്ങളെ സമ്പൂർണ്ണമായി ഹിന്ദുത്വം സ്വാംശീകരിച്ചു കഴിഞ്ഞു. ടി കൊസാംബി ഇന്ത്യാ ചരിത്രത്തിനൊരു ആമുഖം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഹനുമാൻ ഒരു കർഷകരുടെ ദൈവമായിരുന്നു. കർഷകരുടെ ദൈവമായ ഹനുമാനെ രാമൻ്റെ ദാസനാക്കുന്നതോടുകൂടി കർഷകരെ ഫ്യൂഡൽ നാടുവാഴി വ്യവസ്ഥയുടെ അടിമയാക്കി മാറ്റുന്ന വ്യവസ്ഥ പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് ടി കൊസാംബി നിരീക്ഷിക്കുന്നത്. അപ്പം ഹനുമാനെ രാമദാസനാക്കി മാറ്റുന്നതിലൂടെ ഒരു ജനതയുടെ അടിമത്തം ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. ഈ കാര്യം കാണാതെയാണ് നമ്മൾ ഹനുമാനെ പറ്റി പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ചരിത്രത്തെ തന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരും. നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ച് ഹനുമാൻ ഒരു ബ്രഹ്മചാരിയായ ദൈവമാണ്. എന്തുകൊണ്ടാണ് ഈ ബ്രഹ്മചാരി എന്ന് പറയുന്ന സങ്കല്പത്തിന് ഇത്ര വലിയ പ്രാധാന്യം കൈവരുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ RSSൻ്റെ ചില ആൾക്കാർ ബ്രഹ്മചാരികളായി നടക്കുന്നു എന്ന് പറയുന്ന ഒരു അമ്മുമ്മ കഥയുടെ നിർമ്മിതിയുമായി നമ്മൾ ഈ ഹനുമാൻ്റെ ബ്രഹ്മചര്യം, നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന സങ്കല്പത്തെയൊക്കെ ചേർത്ത് വെച്ച് വായിക്കേണ്ടി വരും. അങ്ങനെയാണ് ഹനുമാൻ ഒരാവേശമായി യഥാർത്ഥത്തിൽ ഹിന്ദുത്വവാദികൾക്ക് മാറിത്തീരുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഹിന്ദുത്വവാദികൾക്ക് ഭഗവത്ഗീത ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായി മാറുന്നത്? അത് തിലകൻ്റെ ഗീതാരഹസ്യം വായിച്ചു നോക്കിയാൽ അത് ബോധ്യപ്പെടും. തിലകൻ്റെ ഗീതാരഹസ്യത്തിൽ പറയുന്നൊരു കാര്യം ആത്മാവ് അനശ്വരമാണെന്ന് പറയുന്നു. നൈനം ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങൾ കൊണ്ട് ആത്മാവിനെ ഹനിക്കുവാൻ കഴിയില്ല, വെള്ളം തൊടുകയില്ല, അഗ്നി സ്പർശിക്കുകയില്ല, ആത്മാവ് അനശ്വരമാണ്. അപ്പോൾ ആത്മാവ് അനശ്വരമാണ് എന്ന് പറയുന്നതിലൂടെ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് എന്താണ്? നീ നിൻ്റെ ബന്ധുക്കളെ എല്ലാം വധിച്ചോളൂ, ഒരു പ്രശ്നമില്ല, കാരണം ആത്മാവ് അനശ്വരമാണ്, അവരാരും വധിക്കപ്പെടുന്നില്ല, നീ കൊല്ലുന്നവർ യഥാർത്ഥത്തിൽ കൊല്ലപ്പെടുന്നില്ല എന്നാണ്. വളരെ വിചിത്രമായ വാദമാണ് കൃഷ്ണ അർജുനോട് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലും നരോദ പാട്യയിലും ഡൽഹിയിലും നടക്കുന്ന കലാപങ്ങളിലെല്ലാം തന്നെ ഹിന്ദുത്വവാദികൾക്ക് അടിത്തറയായിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്ന ഭഗവത്ഗീതയാണ്. കാരണം ആരെയും കൊല്ലാൻ പ്രശ്നമില്ല, കാരണം കൊല്ലുന്നതിൽ പ്രശ്നമില്ല എന്നാണ് ഗീത സ്ഥാപിച്ചെടുത്തിട്ടുള്ളത്. അശോച്യാൻ അന്യശോചത്വം, ആരെ പറ്റിയാണോ ദുഃഖിക്കേണ്ടാത്തത് അവരെപ്പറ്റി നീ എന്തിന് വൃഥാ ദുഃഖിക്കുന്നു അർജുന എന്നാണ് അർജുനനോട് കൃഷ്ണൻ ചോദിക്കുന്നത്. അതായത് ഇവരെപ്പറ്റി നീ ദുഃഖിക്കേണ്ടതില്ല. അതുപോലെ സംഘം പാടില്ല. സംഘാ സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധഃ ഭവതി സമ്മോഹാത് സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. സംഘാ സംജായതേ കാമഃ, സംഘം കൊണ്ട് ചേർച്ച കൊണ്ട് കാമം ഉണ്ടാകുന്നു. കാമാത് ക്രോധോഭിജായതേ, ചേർച്ച കൊണ്ട് ദേഷ്യം ഉണ്ടാകുന്നു. ക്രോധഃ ഭവതി സമ്മോഹാത്, ക്രോധം ദേഷ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ മോഹിക്കപ്പെടും. സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സമൂഹം കൊണ്ട് ഓർമ്മ നശിക്കും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, സ്മൃതി നശിക്കുമ്പോൾ ബുദ്ധി നശിക്കും. ബുദ്ധിനാശാത് പ്രണശ്യതി, ബുദ്ധി നശിക്കുമ്പോൾ എല്ലാം നശിക്കും. അപ്പം അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഗീത എന്താണ് ചെയ്യുന്നത്? മനുഷ്യർക്കിടയിലുള്ള ചേർച്ച, മനുഷ്യർക്കിടയിലുള്ള അനുരാഗം, മനുഷ്യർക്കിടയിലുള്ള സാഹോദര്യത്തെ അടിസ്ഥാനപരമായി ഗീത നിഷേധിക്കുന്നു. സംഘം നിഷേധിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യരെ മനുഷ്യജീവിയായി സംഘജീവിയായി നിലനിർത്തുന്ന സംഘമാണ്. കോപവും ക്രോധവും ഇത്തരം വികാരങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് മനുഷ്യരെന്ന് പറയുന്ന കുലം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തിൻ്റെ സാംസ്കാരിക പ്രക്രിയയിൽ ഈ വികാരങ്ങൾക്കെല്ലാം തന്നെ വലിയ പങ്കുണ്ട്. അപ്പം മനുഷ്യർക്കിടയിൽ ഉള്ള ബന്ധുമിത്രാദികളെന്ന് പറയുന്ന സങ്കല്പം ഇല്ലെന്നും ആരെയും കൊല്ലാമെന്ന് പറയുന്ന സങ്കല്പം സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ യഥാർത്ഥത്തിൽ ആര്യബ്രാഹ്മണ്യത്തിൻ്റെ നികൃഷ്ടമായ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ ഭഗവത്ഗീതയിലൂടെയും രാമായണത്തിലൂടെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ബ്രാഹ്മണ്യത്തിന് എന്തില്ല? ആരോടും സാഹോദര്യമില്ല. ബ്രാഹ്മണ്യത്തിന് അനുകമ്പയില്ല, ബ്രാഹ്മണ്യത്തിന് മൈത്രിയില്ല, ബ്രാഹ്മണ്യത്തിന് ജനാധിപത്യ ബോധമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ബ്രാഹ്മണ്യത്തിന് ജനാധിപത്യ ബോധമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നമ്മൾ വർത്തമാനകാല ഇന്ത്യയിൽ കാണുന്ന പല വിചിത്രമായ സംഭവങ്ങളും. കാരണം ഒരു പെൺകുട്ടി പീഡനത്തിനിരയായി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ആ ഹൈക്കോടതി ജഡ്ജി പറയുന്നത് ഇവരുടെ ജാതകത്തിൽ 7 ചൊവ്വയുള്ളത് കൊണ്ടാണ് പീഡിപ്പിക്കപ്പെടാനിടയായത്. അങ്ങനെ ഈ പീഡനത്തിനിരയായ കുട്ടിയുടെ ജാതകം പരിശോധിക്കാൻ അലഹബാദ് സർവകലാശാലയിലെ ജ്യോതിഷ വിഭാഗത്തിനായിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ മനുസ്മൃതി ഇന്ത്യയുടെ അടിസ്ഥാനപര ഭരണഘടനയ്ക്കുപരിയായി മനുസ്മൃതിയെ ജഡ്ജിമാർ ആധാരമാക്കുന്ന ഒരു രംഗം. ഇങ്ങനെ എത്രയോ വിധികൾ നമ്മൾ പരിശോധിച്ചാൽ അടുത്തിടെ കേരള ഹൈക്കോടതിയിലെ ഒരു വിധിയിൽ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന ശ്ലോകം കോട്ട് ചെയ്ത് കാണാം. എന്തുകൊണ്ട് ആധുനികമായ മൂല്യവ്യവസ്ഥകളെപ്പറ്റി പറയുമ്പോൾ ഈ പഴഞ്ചൻ ശ്ലോകങ്ങൾക്കൊക്കെ എന്ത് കാര്യം? ടീച്ചിങ്ങിനെ പറ്റി, അധ്യാപനത്തെപ്പറ്റി പുതിയ സിദ്ധാന്തങ്ങളും ഓരോ ദിവസവും നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അറിവുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിന്, പ്രത്യേകിച്ച് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര എന്നൊക്കെ പറയുന്ന ആശയങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അത്തരം ആശയങ്ങൾ ജനാധിപത്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഇരിക്കെ കോടതികൾ തന്നെ കോടതി വിധികളിൽ ഇത്തരം ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തുക. സത്യത്തിൽ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ ഒരു 50 PhD തീസീസിനുള്ള വിഷയം നമുക്ക് കോടതി വിധികളിൽ നിന്ന് കാണാൻ കഴിയും. ഭരണഘടനയെയും ഭരണഘടനാനുസൃതമായ വിധികളെയും ഭരണഘടനാനുസൃതമായിട്ട് നിയമങ്ങളെയൊക്കെ കോട്ട് ചെയ്യുന്നതിന് പകരം പുരാണത്തിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും ഒക്കെ ധാരാളം ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മീഡിയ 1 നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ ദേവല സ്മൃതി അത്രിസ്മൃതിയൊക്കെയാണ് കേരള ഹൈക്കോടതി ഉദ്ധരിച്ചത്. നോക്കൂ എത്ര വിചിത്രമാണ് കാര്യങ്ങൾ. മീഡിയ 1 നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവലസ്മൃതിയും അത്രിസ്മൃതിയും ഒക്കെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഏതോ കഴിഞ്ഞുപോയൊരു ഭൂതകാലത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങളെ വീണ്ടും എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. ആ ഉപേക്ഷിക്കപ്പെടേണ്ട ഗ്രന്ഥങ്ങളെയൊക്കെ തന്നെ തിരികെ കൊണ്ടുവരികയാണ്. VD സവർക്കർ പറഞ്ഞത് മനുസ്മൃതിയും മറ്റ് സ്മൃതി ഗ്രന്ഥങ്ങളും ഇന്ത്യയുടെ പാരമ്പര്യത്തിലുള്ള സ്മൃതി ഗ്രന്ഥങ്ങളെ ഭരണഘടന ആധാരമാക്കുന്നില്ല എന്നാണ് സവർക്കർ വിലപിച്ചത്. പക്ഷേ സവർക്കറുടെ ആ വിലാപം ഏറ്റെടുത്തതുപോലെയാണ് കോടതികൾ ഈ മനുസ്മൃതിയും മറ്റ് ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ വേണ്ടത്ര ഉദ്ധരിക്കുന്നത്. ഇപ്പോൾ ഡൽഹി സർവകലാശാലയിൽ മനുസ്മൃതി പാഠഭാഗമാക്കിയിരിക്കുക.
കേരളത്തിൽ ഈ അധ്യാത്മ രാമായണവും രാമായണ 24 വൃത്തവും കുചേലവൃത്തം വഞ്ചിപ്പാട്ടും ഒക്കെ തന്നെ എത്രയോ കാലങ്ങളായി പാഠഭാഗങ്ങളിലുണ്ട്. എന്താണ് എഴുത്തച്ഛൻ്റെ രാമായണം പഠിച്ചാൽ കുഴപ്പമെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ കാല് കഴുകി വെള്ളം കുടിക്കണമെന്ന് പറയുന്ന പുസ്തകം ജനാധിപത്യ വിരുദ്ധമായ പുസ്തകമാണ് എന്ന് പറയാൻ നമ്മൾ പ്രത്യേകിച്ച് PhD ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ കുഴപ്പം എന്താണ്? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതപ്പെടുന്നത് അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യ രാഷ്ട്രീയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ്റെ ദാരിദ്ര്യ ദുഃഖം പരിഹരിക്കുന്നതിനാണ് കൃഷ്ണൻ ഇടപെടുന്നത്. അഴിമകൾ ഒരുമിച്ചൊരു കട്ടിലിന്മേൽ അന്നേരം 7-ാം മാളിക മുകളിൽ ഇരുന്നരുളും 7-2 ഉലകു വാഴിയായ തമ്പുരാനത്രയും താഴത്തൻ്റെ വയസ്യനെ ദൂരത്ത് കണ്ടു. കണ്ടാൽ എത്ര കഷ്ടം എത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ട് തറ്റുടുത്തിട്ട് ഉത്തരീയവും ഇട്ടു. അപ്പോൾ കുചേലൻ ഇങ്ങനെ മുഷിഞ്ഞ ജീർണവസ്ത്രവുമായി ഉത്തരീയവും ഇട്ട് കൃഷ്ണന് മുമ്പിൽ വരുമ്പോൾ ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പാടി കേരളീയർ മുഴുവൻ കരയുക. ഇപ്പോൾ ഭാഗവത സപ്താഹ യജ്ഞവേദികളിൽ കുചേലവൃത്തം എന്ന് പറയുന്ന ഒരു രംഗം തന്നെ ഒരു നാടകം പോലെ അഭിനയിക്കുകയാണ്. അവൽക്കിഴി സമർപ്പണം എന്ന് പറഞ്ഞ പുതിയ ആചാരം ഉണ്ടായി വന്നു. രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞ പുതിയ ആചാരങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ പുതിയ ആചാരങ്ങളാണ്. അപ്പോൾ പുതിയ ആചാരങ്ങൾ ഹിന്ദുത്വവാദത്തിന് അനുസൃതമായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തന്നെയല്ല, എന്താണ് ഈ കുചേലവൃത്തത്തിൻ്റെ ഒരു പ്രസക്തി? ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പാടിപ്പാടി ആ പാട്ട് ആര്യൻ എന്ന് പറയുന്ന സിനിമയായി. ആ ആര്യൻ എന്ന് പറയുന്ന സിനിമയാണ് യഥാർത്ഥത്തിൽ EWS സംവരണമായി മാറിത്തീർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം എങ്ങനെയാണ് വളർന്ന് വികസിക്കുന്നത്? ഹിന്ദുത്വ രാഷ്ട്രീയം വളർന്ന് വികസിക്കുന്നത് കേവലമായൊരു ഫാസിസ്റ്റ് നയമായിട്ട് മാത്രമല്ല. അത് മതേതര കക്ഷികളെ പോലും വിഴുങ്ങിക്കൊണ്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയം പടർന്ന് വികസിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് രാമനെ മതേതര രാമനായിട്ട് അവതരിപ്പിക്കുന്നത്. ഇവരും ഹിന്ദുത്വത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ സവർണതയല്ലാതെ മറ്റൊന്നല്ല. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ജാതി മേൽക്കോയ്മയല്ലാതെ മറ്റൊന്നല്ല. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ജാത്യധികാര ശ്രേണീകൃത അസമത്വ വ്യവസ്ഥയെ എക്കാലത്തും ഇന്ത്യയിൽ തഴച്ചു വളർത്തി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തു വേണം? ഈ ഇതിഹാസ പുരാണ പാഠങ്ങളെയും അതിൻ്റെ മൂല്യവ്യവസ്ഥകളെയും താലോലിച്ച് നിലനിർത്തുക എന്നുള്ളത് ഹിന്ദുത്വ ശക്തികളുടെ അടിസ്ഥാനപരമായൊരു പ്രോജക്റ്റാണ്. അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ രാമായണം സിനിമ കാണിക്കുന്നത്. രാമായണം കാർട്ടൂൺ എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൽ കാണിക്കുന്നത്? അത് കേവലമായ രാഷ്ട്രീയമല്ല എന്നുള്ളതാണ്. അതിന് വിപുലമായ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഇപ്പോൾ അനാട്ടമി ഓഫ് ഹേറ്റ് എന്ന് പറയുന്ന രേവതി ലോളിൻ്റെ പുസ്തകത്തിൽ ഈ രാമായണം സീരിയൽ കാണാൻ ഓടുന്ന ഒരാളെപ്പറ്റി വളരെ വിശദമായിട്ട് രേവതി ലോൾ എഴുതുന്നുണ്ട്. അയാളെപ്പറ്റി എങ്ങനെയാണ് ആ രാമായണം സീരിയൽ ഒരു ഗ്രാമത്തെ ഒരു ദിവസം മുഴുവൻ സമ്പൂർണ്ണ നിശബ്ദമാക്കുന്നത് എന്നും ആളുകൾ വിളക്ക് കത്തിച്ച് ഭക്തിയോടുകൂടി രാമായണം കാണുന്നത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് അത്തരം രാമായണ കഥകൾ പിൽക്കാലത്ത് വർഗീയ ലഹളയ്ക്ക് അടിത്തറവാകിയത് എന്നും ദ അനാട്ടമി ഓഫ് ഹെയ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ രേവതി ലോൾ വളരെ വിശദമായിട്ട് എഴുതുന്നുണ്ട്. വെറുപ്പിൻ്റെ രാഷ്ട്രീയം നിർമ്മിച്ചെടുക്കുക. നമുക്ക് പൂണൂലിട്ട ആളുകളായിട്ട് ദൈവങ്ങളെല്ലാം ആളുകളുടെ ഇടയിൽ ഇടപെടുക. വിചിത്രമായ പുതിയ സംഭവവികാസങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ്. ഇതുവരെ മനുഷ്യൻ സങ്കല്പിക്കാത്ത മനുഷ്യർ ജീവിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ രാമായണം സീരിയലിലും ശ്രീകൃഷ്ണ പരമ്പരകളിലും ഒക്കെ അമ്പും വില്ലും വന്ന് കൂട്ടിമുട്ടി വലിയ സൂര്യപ്രകാശം പോലെയുള്ള പ്രകാശം പരക്കുന്ന രംഗമാണ് നമ്മൾ രാമായണത്തിലും മഹാഭാരതം സീരിയലിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ പുരാവസ്തുശാസ്ത്ര ഗവേഷണങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ പീച്ചാങ്കത്തി പോലും ഈ പറയുന്ന ഗവേഷണം നടത്തിയ അയോധ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മഹാഭാരതത്തിലെ രാമായണത്തിലെ രംഗം കണ്ടാൽ നമുക്ക് തോന്നുക ആണവായുധം കണ്ടുപിടിച്ച് ഇന്ത്യയിലാണെന്ന് തോന്നും. RSS രൂപീകരിച്ചതിൻ്റെ 100 വർഷമായിട്ട് പൊതുവെ ഇതിനെ അടയാളപ്പെടുത്താറുണ്ട്. ഇത് RSS രൂപീകരിച്ചതിൻ്റെ 100 വർഷത്തിൻ്റെ പ്രശ്നമല്ല. ഇത് പുരുഷസൂക്തം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഋഗ്വേദത്തിൽ ആരംഭിക്കുന്ന ബ്രാഹ്മണ്യ രാഷ്ട്രീയത്തിന് നവഭാവുകത്വം
നിർമ്മിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ RSS ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് RSS ഒരു പുതിയ കാര്യം നിർമ്മിച്ചു എന്നതല്ല നമ്മൾ പറയേണ്ടത്. RSS മഹാഭാരതത്തിലും രാമായണത്തിലും ഋഗ്വേദത്തിലും അഥർവവേദത്തിലും ഒക്കെ തന്നെ പറയുന്ന ബ്രാഹ്മണ്യ രാഷ്ട്രീയത്തെ ആധുനിക ഇന്ത്യയുടെ അടിത്തറയായി ഊടും പാവുമായി മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വൈദികാര്യ ജനതയുടെ വൈദിക ബ്രാഹ്മണ്യ മേധാവിത്വത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ ദയാനന്ദ സരസ്വതി പറഞ്ഞതുപോലെ വേദങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഉന്നതമായ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മുടെ രാജ്യത്ത് കാണും. പക്ഷെ ആ ഉന്നതമായ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ ചീഞ്ഞതും പഴയതുമായ മൂല്യവസ്ഥയ്ക്കകത്ത് ആളുകൾ ജീവിക്കും. നമ്മുടെ കയ്യിൽ മൊബൈൽ കാണും, എല്ലാ ആധുനികമായ സാങ്കേതിക വിദ്യകളും കാണും. പക്ഷേ റോക്കറ്റ് വിക്ഷേപിച്ചിട്ട് നേരെ തിരുപ്പതിയിലേക്ക് പോകുന്ന രീതിയിൽ ശാസ്ത്രജ്ഞന്മാർ പരിണമിക്കുന്നത് എങ്ങനെയാണ്? ഈ രണ്ട് വിരുദ്ധ കോടിയിലുള്ള മനസ്ഥിതിയുമായിട്ടാണ് ഇന്ത്യക്കാർ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ ഇന്ത്യക്കാരെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു, അത് ജീവിത സൗകര്യത്തിനായിട്ട് ഉപയോഗിക്കുകയും യഥാർത്ഥത്തിൽ പഴഞ്ചൻ മൂല്യവസ്ഥകളിലകത്ത് ആളുകളെ തളച്ചിടുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഒരു IIT-യിലെ പ്രൊഫസർ പറയുന്നത് തൻ്റെ പിതാവിൻ്റെ രോഗം മാറിയത് മൂത്രം കുടിച്ചിട്ടാണെന്ന് പറയുന്നത്. അപ്പം മലയാളികൾ പറയും, മലയാളികൾ വലിയ അഭിമാനത്തോട് പറയും ഞങ്ങൾ മൂത്രം കുടിക്കുന്നവരൊന്നും അല്ല. പക്ഷേ മലയാളികൾ മൂത്രം കുടിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. എങ്ങനെയാണ് മലയാളികൾ മൂത്രം കുടിക്കുന്നത്? കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പഞ്ചഗവ്യം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ചാണകം, മൂത്രം, തൈര്, അതുപോലെ തന്നെ നെയ്യ്, ചാണകം, ഇത്രയും കൂടെ ചേരുന്നതാണ് പഞ്ചഗവ്യം. ഈ പഞ്ചഗവ്യം കേരളത്തിലെ ക്ഷേത്രങ്ങളിലുണ്ട്. അതുപോലെ സ്കന്ദഷഷ്ടിയുമായി ബന്ധപ്പെട്ട് മുരുകൻ്റെ ക്ഷേത്രങ്ങളിലെല്ലാം കൊടുക്കുന്നത് ഈ പഞ്ചഗവ്യമാണ്. അപ്പം മലയാളികളെല്ലാം സുഭിക്ഷമായിട്ട് ചാണകവും മൂത്രം കഴിക്കുന്നുണ്ട്. പക്ഷെ അവർ വലിയ പുരോഗമനകാരികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുരോഗമനകാരികളും വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാമായണത്തിലൂടെ, പുരോഗമനകാരികൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മഹാഭാരതത്തിലൂടെ അവരും സ്വാംശീകരിക്കുന്ന എന്തു തന്നെയാണ്? ഈ രാമൻ്റെയും കൃഷ്ണൻ്റെയും ബ്രാഹ്മണ്യ രാഷ്ട്രീയത്തെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയെ ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ സാംസ്കാരിക രാഷ്ട്രീയം നമ്മുടെ സിലബസുകളിലൂടെ നമ്മളെ പിടിമുറുക്കി കഴിഞ്ഞു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കുട്ടികളെല്ലാം തന്നെ ഇത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെപ്പറ്റി പറയുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ജോഗ്രഫിയെ പറ്റി പറയുമ്പോൾ 3 കാര്യങ്ങളേ ഉള്ളൂ. കൈലാസം, ഗോവർദ്ധനം, കുറച്ച് പുണ്യസ്ഥലങ്ങൾ. ഇന്ത്യയുടെ ജോഗ്രഫി കഴിഞ്ഞു. പ്രാചീന ഭാരതത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അതൊക്കെ ഋഗ്വേദവും യജുർവേദവുമായിട്ട് ബന്ധപ്പെടുകയും പുരാണങ്ങളുമായി ബന്ധപ്പെടുകയും ജൈനമതവും ബുദ്ധമതവും അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട പേർഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചരിത്രമെല്ലാം തന്നെ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നൊരു സവിശേഷത നിലനിൽക്കുന്നു. അതുപോലെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സംസ്കൃതത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളെ അതിൽ നിന്ന് പുറന്തള്ളുന്നു. ഭാഷകൾക്ക് പ്രാധാന്യമുണ്ട്, വിവിധ ഭാഷകൾ പഠിക്കണമെന്നൊക്കെ പറയുമെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നത് സംസ്കൃതത്തിനാണ്. ഒരേ സമയത്ത് ആധുനികമായ വൈജ്ഞാനിക പദ്ധതികൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ കർപ്പൂരമഞ്ജരി മുതലായ ഗ്രന്ഥങ്ങളിൽ ലാബിനെ പറ്റി പരാമർശമുണ്ടെന്ന് പറയുന്നു. കർപ്പൂരമഞ്ജരി എന്ന് പറയുന്നൊരു പ്രാചീന സംസ്കൃത ഗ്രന്ഥത്തിൽ ലാബിനെ പറ്റി പരാമർശമുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു തമാശ വേറെ ഇല്ല. കാരണം ലാബ് എന്ന് പറയുന്ന സംഗതി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ആധുനികമായ എന്തൊക്കെ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അപ്പോൾ കർപ്പൂരമഞ്ജരി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എഴുതപ്പെടുന്ന പ്രാചീന മധ്യകാലം എന്ന് പറയുന്ന അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ വികസിക്കാത്തൊരു കാലമാണ്. ദയാനന്ദ സരസ്വതി പറയുന്നത് വേദത്തിൽ കപ്പലിനെ പറ്റി പരാമർശമുണ്ട്, വേദത്തിൽ വെടിയുണ്ടയെ പറ്റി പരാമർശമുണ്ട്, വേദത്തിൽ കമ്പിത്തപാലിനെ പറ്റി പരാമർശമുണ്ട് എന്നൊക്കെയാണ് സത്യാർത്ഥ പ്രകാശത്തിൽ ദയാനന്ദ സരസ്വതി എഴുതിയിരിക്കുന്നത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതിലൂടെ ദയാനന്ദ സരസ്വതി അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഇത് ദയാനന്ദ സരസ്വതി മാത്രമല്ല, രാജാറാം മോഹൻ റോയ് ഇത് തന്നെയാണ് ചെയ്തത്. നമ്മൾ പൊതുവെ നവോത്ഥാനത്തിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ രാജാറാം മോഹൻ റോയ് നവോത്ഥാനത്തിൻ്റെ വിപ്ലവാത്മകമായ തേജസ്സാണെന്ന് പറയും. പക്ഷെ ഒരിക്കലും അദ്ദേഹം മരിക്കുന്നത് വരെയും രാജാറാം മോഹൻ റോയ് പൂണൂൽ ഉപേക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം വിപ്ലവം തേടിയത് മനുസ്മൃതിയിലും ഉപനിഷത്തുകളിലും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ രാജാറാം മോഹൻ റോയ്ക്ക് ഒരു എതിർശക്തിയായി നിലനിന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. കാരണം ക്രിസ്ത്യാനിറ്റിയിലുള്ള ഏകദൈവ സങ്കല്പം എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയായി മോഹൻ റോയ് കണ്ടു. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയിലുള്ള ഏകദൈവ സങ്കല്പത്തിന് പകരമായി അദ്വൈതത്തിലുള്ള ഒരു ഏകഭാവനയെ കണ്ടെടുക്കാനുള്ള ശ്രമമൊക്കെ പിൽക്കാലത്ത് നടത്തുന്നത്.
ചട്ടമ്പിസ്വാമികൾ ക്രിസ്തുമത ഛേദനം എഴുതുന്നതും ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വ്യാപനം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. കാരണം അവർണ ജനങ്ങളുടെ ഉപാദാനമായി ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ മാറി തീർന്നിട്ടുണ്ട് എന്നുള്ളതിനാലാണ്. 1932 ഉള്ളൂർ എസ് പരമേശ്വരയുടെ അയ്യരുടെ അധ്യക്ഷതയിൽ തിരുവിതാംകൂർ തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിക്കുന്ന ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ മുഹമ്മദന്മാരുടെയും ക്രിസ്ത്യൻ മിഷണറിമാരുടെയും സാന്നിധ്യം ചാതുർവർണ്ണ ജാതി വ്യവസ്ഥയ്ക്ക് വലിയ കോട്ടം തട്ടിച്ചു എന്ന് ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതുന്നുണ്ട്. ഈ ചരിത്രം വെളിപ്പെടുത്തുന്നത് എന്താണ്? അവർണ ജനവിഭാഗങ്ങളുടെ ഒരു ഉപാദാനമായി ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ മാറിത്തീർന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ചരിത്ര സാഹചര്യത്തിൻ്റെ സൗന്ദര്യാത്മകമായ അനുഭൂത്യാത്മകമായൊരു നിർമ്മിതിയാണ് പിന്നെ ഈ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ. ആ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവലിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും മുഹമ്മദന്മാരുടെയും ഒക്കെ തന്നെ സാന്നിധ്യം എങ്ങനെയാണ് അവർണർക്ക് ഉപാദാനമായി മാറിത്തീർന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് പോത്തേരി കുഞ്ഞമ്പു. ഇപ്പോൾ മരത്തൻ എന്ന് പറയുന്ന പുലയൻ, അദ്ദേഹം യേശുദാസൻ എന്ന് പറയുന്ന ജഡ്ജിയായി പരിണമിക്കുന്ന ഒരു കഥ കൂടിയാണ് സരസ്വതി വിജയം എന്ന് പറയുന്നത്. അപ്പോൾ യേശുദാസനായി മാറിത്തീരുമ്പോൾ അദ്ദേഹം ജഡ്ജിയായി മാറുക. കാരണം മരത്തൻ എന്ന് പറയുന്ന പുലയന് ഒരിക്കലും വിദ്യ കൊടുക്കുന്നില്ല, വിദ്യ അനുവദിക്കുന്നേ ഇല്ല, പഠിക്കാനുള്ള അവകാശം കൊടുക്കുന്നില്ല. അപ്പോൾ കുബേരൻ നമ്പൂതിരി, സരസ്വതി വിജയത്തിലെ കുബേരൻ നമ്പൂതിരി പറയുന്നത് രാമൻ ഒരിക്കലും ശംഭൂകൻ്റെ തല വെട്ടിയതിലൂടെ ഈ ശംഭൂകൻ മുതലായ ശൂദ്ര ജനവിഭാഗങ്ങളുടെ വിദ്യാധികാരം നിഷേധിക്കുകയായിരുന്നു എന്ന് കുബേരൻ നമ്പൂതിരി പറയുന്നുണ്ട്. ഒരു ഡയലോഗ് സരസ്വതി വിജയത്തിൽ നമുക്ക് കാണാം. ഇത് എക്കാലവും സവർണ രാഷ്ട്രീയം മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ അവർണ ജനവിഭാഗങ്ങളുടെ വിദ്യാധികാരം നിഷേധിച്ചുകൊണ്ട് അവരെ അടിമകളാക്കി നിലനിർത്തുക എന്നുള്ളതാണ്. അടിമകളാക്കി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ കാർഷിക അടിമത്തം നിലനിർത്തുക എന്നുള്ളതാണ്. കാർഷിക അടിമത്തം എന്ന് പറയുന്നത് അന്നന്നത്തേക്ക് കഴിക്കാൻ മാത്രമുള്ള ആഹാരം മാത്രം നൽകി അവർക്ക് ദീർഘായുസുള്ള അല്ലെങ്കിൽ ചിന്തിക്കാനും അധികാരത്തിലേക്ക് കടക്കുവാനുമുള്ള യാതൊരു സാഹചര്യവും സൃഷ്ടിക്കാത്ത രീതിയിൽ സമ്പൂർണ്ണ അടിമകളായി ഒരു ജനതയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് പുതിയ കാലത്ത് പുതിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ബ്രാഹ്മണ്യം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയുന്ന മാനവവിഭവശേഷി മന്ത്രാലയം ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിൽ 6049 അധ്യാപക തസ്തികകളിൽ 121 പേരൊഴിച്ച് ബാക്കി മുഴുവൻ സവർണരാണെന്നാണ്. ഇതാണ് പുതിയ രീതിയിലുള്ള പുറന്തള്ളൽ നിലനിൽക്കുന്നത്. പുതിയ രീതിയിലുള്ള പുറന്തള്ളലാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, അതുപോലെ എയ്ഡഡ് സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ഭീകരമായ പുറന്തള്ളലാണ് നടക്കുന്നത്. ആദിവാസികളും ദളിതരായിട്ടുള്ള അധ്യാപകരും ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ അയ്യങ്കാളി പറഞ്ഞത് 10 BA-ക്കാരുണ്ടാകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചതെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് BA-ക്കാരുണ്ടായെങ്കിലും അവരെ ഉൾക്കൊള്ളുന്നൊരു വിദ്യാഭ്യാസ വ്യവസ്ഥിതി കേരളത്തിലും ഇല്ല, ഇന്ത്യയിലാകമാനവും ഇല്ല. അവരെയൊക്കെ പുറന്തള്ളുന്നൊരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദുത്വം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അത് കേവലം RSSൻ്റെ പ്രത്യക്ഷമായ രാഷ്ട്രീയം മാത്രമായിട്ടല്ല എന്നുള്ളതാണ്. അത് ഏതു വഴിയിലൂടെയും വ്യാപിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിൽ നിലനിൽക്കുന്നു. കേരളത്തിൽ EWS സംവരണം നടപ്പിലാക്കിയത് ആരാണ്? ഇപ്പോൾ കേരളത്തിൽ കൂടൽമാണിക്യം ക്ഷേത്രം, ക്ഷേത്രത്തിൽ ഒരു ഈഴവന് പൂജാരി, ഒരു കഴകക്കാരനും പോലും ആകാൻ കഴിയുന്നില്ല. അപ്പോൾ വിപ്ലവം നടന്ന, നവോത്ഥാനം നടന്ന കേരളത്തിലാണ് ഒരു ഈഴവന് കഴകക്കാരൻ പോലും ആകാൻ കഴിയാത്തത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്ത് രാഷ്ട്രീയമാണ് ഒരു ഈഴവനെ കഴകക്കാരനാകാൻ അനുവദിക്കാത്തത്? എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിൽ ഭീകരമായ രീതിയിൽ അവർണ ജനവിഭാഗങ്ങൾ, ദളിതരും ആദിവാസികളും പുറന്തള്ളപ്പെടുന്നത്? ആദിവാസികളിൽ നിന്ന്, ദളിതരിൽ നിന്നുമൊക്കെ തന്നെ യോഗ്യരായ അധ്യാപകരെ, ഉദ്യോഗാർത്ഥികളെ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവരെ ഭീകരമായി പുറന്തള്ളുന്നൊരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത്, കേരളത്തിലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ആ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് മുഴുവൻ ഏത് വിഭാഗത്തു നിന്നുള്ളവരാണ്? അത് ചരിത്രം പരിശോധിച്ച് എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് സാഹിത്യ അക്കാദമിയുടെ ഹാളിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ ഒരു ചിത്രമില്ലാത്തത്? എന്തുകൊണ്ടാണ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലമായ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം മാത്രമല്ല, അത് സവർണ മേൽക്കോയ്മ രാഷ്ട്രീയമാണ്, അത് ജാത്യധികാര വ്യവസ്ഥ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതാണ് പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ അയിത്തമായി, തൊട്ടുകൂടായ്മയൊക്കെ നിലനിൽക്കുന്നത്. പുതിയ രീതിയിൽ അയിത്തവും തൊട്ടുകൂടായ്മ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 96% അധ്യാപക തസ്തികകളിലും സവർണരാണ് അധ്യാപകരായി സേവനം അനുഷ്ഠിക്കുന്നുള്ളതാണ്.
ഇങ്ങനെയാണ് RSSൻ്റെ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജി നിയമനങ്ങളിൽ വലിയ രീതിയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ഒരു ജഡ്ജിമാരായി വരുന്ന ഒരു പ്രക്രിയ ഇന്ത്യ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഭീകരമായ രീതിയിൽ വരുന്ന 10 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിൽ, അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത്. അതിലൊന്ന്, നമ്മുടെ സിലബസ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ അട്ടിമറിക്കപ്പെട്ടു. ആ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ തൊഴിലിന് പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ വളരെ ചെറുപ്പത്തിലെ തന്നെ കൊഴിഞ്ഞു പോകുന്ന സിസ്റ്റം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ നയം സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കൊഴിഞ്ഞുപോകൽ സിസ്റ്റം ഉറപ്പുവരുത്തുന്നു. നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയെടുത്തു നിന്നും ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ പുറന്തള്ളിയത്, അതുപോലെ ആളുകളെ പുറന്തള്ളുന്നൊരു വ്യവസ്ഥാക്രമം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി എന്നുള്ളതാണ്. ഇങ്ങനെ പല രീതിയിൽ വിശ്വകർമ്മജർക്ക് പ്രത്യേകമായി തൊഴിൽ ചെയ്യുന്നതിന്, അവർക്ക് അവരുടെ കുലത്തൊഴിൽ, കോട്ടാൻകോട്ട് കുലത്തൊഴിൽ ചെയ്യുന്നതിന് പ്രത്യേകമായ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ക്രമം നിലനിർത്താനാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ശ്രമിക്കുന്നത്. അവർക്ക് പുതിയ ആധുനികമായ തൊഴിൽ സമ്പ്രദായത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു നവതൊഴിൽദായക ക്രമം നിലവിൽ വരുത്തുകയല്ല ചെയ്യുന്നത്, പഴയ കുലത്തൊഴിൽ തന്നെ തുടരുന്നതിന് ചില സാമ്പത്തിക സഹായം ചെയ്യുന്നത്. ഇപ്പം മുദ്രാ ലോൺ കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ 50,000 രൂപയാണ്. ആ 50,000 രൂപയ്ക്കകത്ത് എന്ത് വിപുലമായ തൊഴിലാണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുക? അതുപോലെ തന്നെ ഗ്യാസ് വലിയ രീതി വിതരണം ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യയിലെ ഊർജ്ജ സംരക്ഷണത്തെപ്പറ്റി, ഊർജ്ജ വിതരണത്തെപ്പറ്റിയുള്ള വിപുലമായ പഠനങ്ങൾ തെളിയിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക്, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഇപ്പോഴും അത് വലിയ രീതിയിൽ അപ്രാപ്യമാണ് എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷക്കാലത്തെ, നമ്മൾ 100 വർഷം ആഘോഷിക്കുന്ന RSSനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ 11 വർഷക്കാലത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭരണകാലത്തെ സവിശേഷമായി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ കാലഘട്ടം പരിശോധിക്കുമ്പോഴാണ് വലിയ രീതിയിൽ നീതി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ സർവകലാശാലകളിൽ, സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ദളിതരും ആദിവാസികളും പുറന്തള്ളപ്പെടുകയും അതുപോലെ തന്നെ നിയമനങ്ങളൊക്കെ തന്നെ ഭീകരമായി വെട്ടിച്ചുരുക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നിലനിൽക്കുന്നു. സെക്രട്ടേറിയറ്റ് തസ്തികയിൽ പിന്നോക്കക്കാർ തന്നെ 3% താഴെയുള്ളെന്ന് പറഞ്ഞത് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് വാർത്താ സമ്മേളന മധ്യേ. ഇങ്ങനെ വ്യത്യസ്ത തസ്തികകളിൽ ഭീകരമായ പുറന്തള്ളൽ ഹിംസ നമ്മുടെ രാജ്യത്ത് തുടരുകയാണ്. ദളിതരും ആദിവാസികളും പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ നിരക്ക് വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. സന്തോഷത്തിൻ്റെ നിരക്ക് നോക്കിയാൽ അത് വലിയ രീതിയിൽ, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ ഭീകരമായ രീതിയിൽ പിന്നോട്ട് പോകുന്ന അവസ്ഥ, ദാരിദ്ര്യം, വലിയ രീതിയിലുള്ള പോഷണക്കുറവ് നമ്മുടെ രാജ്യം ഇപ്പോഴും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഇപ്പം വേറൊരു കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്, തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്താണ് തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കലിലൂടെ സംഭവിക്കുന്നത്? എന്താണോ ചാതുർവർണ്ണയം ലക്ഷ്യമാക്കിയത് അതേ ആശയമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ സംഭവിക്കുന്നത്. കാരണം ചാതുർവർണ്ണയത്തിൻ്റെ രാഷ്ട്രീയം ത്രൈവർണ്ണികർക്ക് മാത്രം വളരെ വിപുലമായ സമ്പത്തും അധികാരവും ഉറപ്പുവരുത്തുമ്പോൾ ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള ആളുകളെ നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുന്ന, അവരെ പരിഗണിക്കാത്തൊരു രാഷ്ട്രീയമാണ് ചാതുർവർണ്ണയ രാഷ്ട്രീയം. അതുകൊണ്ടാണ് തൊഴിലുറപ്പിൻ്റെ ഫണ്ട് വെട്ടിച്ചുരുക്കുന്നത്. വലിയ ഹിന്ദുത്വ കോർപ്പറേറ്റ് വ്യാപാരികൾക്ക് വലിയ രീതിയിൽ മോചനാത്മകമായ, അവരെ എല്ലാ തരത്തിലും അവർക്ക് അഴിച്ചുവിടുന്ന രീതിയിലുള്ള, അവരുടെ കടങ്ങളിൽ നിന്ന് മോചനം കൊടുക്കുന്ന രീതിയിലുള്ള വിപുലമായ സ്വാതന്ത്ര്യം നൽകുമ്പോൾ തൊഴിലുറപ്പ് ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള സഹായം നൽകാത്ത അവസ്ഥാവിശേഷം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ചാതുർവർണ്ണയത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ ഒരു പഴയകാല സിദ്ധാന്തമല്ല, അത് പുതിയ കാലത്ത് പുതിയ രീതിയിൽ നിരന്തരം നടപ്പായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ RSSൻ്റെ രാഷ്ട്രീയം കേവലം 100 വർഷത്തെ രാഷ്ട്രീയമല്ല, അത് ഋഗ്വേദത്തിൽ ആരംഭിക്കുകയും രാമായണത്തിലൂടെ തുടരുകയും 16-17 നൂറ്റാണ്ടുകളിൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിലൂടെയൊക്കെ തുടർന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പരിണാമ പ്രക്രിയയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. ഇത് തെളിയിക്കുന്നത് രാഷ്ട്രീയമായി നമ്മൾ ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്തിയാലും സാംസ്കാരികമായി ബ്രാഹ്മണ്യത്തെ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ, ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കുറെ ആഴത്തിൽ പരിശോധിച്ച് നമുക്ക് ബോധ്യപ്പെടുക, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് അംബേദ്കർ ഉദ്ദേശിക്കുന്നത് അനിഹിലേഷൻ ഓഫ് ബ്രാഹ്മണ്യം അല്ലെങ്കിൽ അനിഹിലേഷൻ ഓഫ് ഹിന്ദുത്വ എന്ന് തന്നെയാണ്. അതുകൊണ്ട്
RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ, ആരാഘോഷിക്കുമ്പോൾ? ഹിന്ദുത്വവാദികൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയും ഡോക്ടർ BR അംബേദ്കറിൻ്റെ ചിന്താ പാരമ്പര്യവുമാണ് എന്നുള്ളതാണ്. കാരണം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ അനിഹിലേഷൻ ഓഫ് ഹിന്ദുത്വ എന്ന് തന്നെയാണ്. അതുതന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് സഹോദരൻ പറയുന്നുണ്ട്, ലിക്വിഡേറ്റ് ഹിന്ദുയിസം, ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക. പൊതുവെ കേരളത്തിലെ പുരോഗമനകാരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഹിന്ദുമതം വേറെ, ഹിന്ദുയിസം വേറെ, ഹിന്ദുത്വം വേറെ. ഹിന്ദുയിസം ചക്കരയാണ്, ഹിന്ദുത്വം വിഷമാണ്. പക്ഷെ സഹോദരൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ചക്കരയൊന്നുമല്ല, ഇത് സമാപ്തീകരിക്കേണ്ട ഒരു വിഷമാണ് ഹിന്ദുയിസം എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം ഹിന്ദുയിസമാണ് ജാതി എന്ന് സഹോദരൻ കവിതയിൽ പറയുന്നുണ്ട്. സഹോദരൻ എഴുതുന്നുണ്ട് കവിതാ രൂപത്തിൽ തന്നെ. മാനത്തെ നോക്കുകിലും ആദായം നോക്കുകിലും മാനമുള്ളവർ പേറുമോ ഹിന്ദുത്വത്തെ എന്ന് ഹിന്ദുത്വം എന്ന പദം കേരളത്തിൽ മലയാളത്തിൽ ആദ്യമായി ഉപയോഗിക്കുന്ന സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ ഹിന്ദുത്വത്തിനെതിരെ ബ്രാഹ്മണ്യ നിഷേധത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചത് സഹോദരൻ അയ്യപ്പനും അഖിലേന്ത്യാ തലത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ ഡോക്ടർ BR അംബേദ്കറുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് RSSന്റെ ഈ 100 വർഷം കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ BR അംബേദ്കർ ആഹ്വാനം ചെയ്തതുപോലെ ഏതൊരു യുക്തിയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ട് അംബേദ്കർ പറഞ്ഞു, ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല, ഞാൻ ഗൗരിയെയും ഗണപതിയെയും ആരാധിക്കില്ല, ഞാൻ ബ്രാഹ്മണരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യാഗാദി ചടങ്ങുകൾ നടത്തില്ല, പിതൃബലി മുതലായ ചടങ്ങുകൾ നടത്തില്ല എന്ന് ഡോക്ടർ BR അംബേദ്കർ വിപുലമായ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം താൻ ബ്രാഹ്മണ്യത്തിൻ്റെ രാഷ്ട്രീയ ചിന്താഗതികളെ, സാംസ്കാരിക രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചിന്താഗതിയെ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച, സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ച ചിന്താഗതികളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യ സാഹോദര്യ ചിന്തയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ള മൈത്രി എന്ന് പറയുന്ന ആശയത്തെ നമ്മുടെ സഹജഭാവമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. അതുകൊണ്ട് പ്രതീക്ഷ നമുക്ക് തകരുന്നില്ല, നമുക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഹിന്ദുത്വം ഭീകരമായ രീതിയിൽ പടരുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയും ഒക്കെ ആധാരമാക്കിക്കൊണ്ടാണ് ഹിന്ദുത്വം ഭീകരമായ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ ഗൗരവത്തിലുള്ള, ആഴത്തിലുള്ള അവബോധമുള്ള ഒരു ജനതയുടെ പരിണാമത്തിലൂടെ മാത്രമേ നമുക്ക് ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്താൻ കഴിയൂ. അതിനുള്ള ഗൗരവമുള്ള ചർച്ചകളും സംവാദങ്ങളും പരിപാടികളും അതുപോലെ തന്നെ ഓരോ വീട്ടിലും ആ ഒരു സാംസ്കാരിക പരിണാമം വരത്തക്ക രീതിയിലുള്ള, മൈത്രിയുടെ രാഷ്ട്രീയത്തെ വളർത്തുന്ന രീതിയിലുള്ള, സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം വളർത്തുന്ന രീതിയിലുള്ള ചർച്ചകളെ വിപുലമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയെ രക്ഷിക്കാനുള്ള അടിയന്തരമായ രാഷ്ട്രീയ ദൗത്യം. ഹിന്ദുത്വത്തെ വിമർശിക്കുക എന്നതിൻ്റെ അർത്ഥം, ഹിന്ദുത്വത്തെ കൈയൊഴിയുക എന്നതിൻ്റെ അർത്ഥം ഭരണഘടനാ ജനാധിപത്യം ഭാവന ചെയ്തിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര രാഷ്ട്രത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്.